നമ്മുടെ പച്ചപ്പും മൃഗങ്ങളും ഒക്കെ കൂടി ചേർന്നതാണ് ഈ ഭൂമി. ഇതിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. നമ്മുടെ കേരളത്തിന്റെ സ്വത്തായിരുന്ന മലബാറി ആടുകളുണ്ട്. ആ ആടുകളെ സംരക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളിൽ ഒന്നുള്ളത് കേരളത്തിന്റെ തെക്കേയറ്റത്തുള്ള പാറശാലയിലാണ്. ആ ആട് ഫാമിലാണ് ഇപ്പം ഉള്ളത്. ഡോക്ടർ രോഷൻ നമ്മുടെ കൂടെ. രോഷൻ, എന്താണ് മലബാറി ആടുകളെ സംരക്ഷിക്കാൻ തിരുവിതാംകൂറിൽ ഇങ്ങനെ ഒരു കേന്ദ്രം? മലബാറി ആടുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു ജനുസാണ്. കേരളത്തിൽ തന്നെ, നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ ജനിച്ച, കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ബ്രീഡാണ്. നമ്മുടെ പശുവിന്റെ വെച്ചൂർ ബ്രീഡ് പറയുന്ന പോലെ ആടുകളുടെ, അതെ, കാസർഗോഡ് ഡോർഫ് പശുവിന്റെ വെച്ചൂർ പറയുന്ന പോലെ മലബാറിയിലെ ഇനങ്ങളാണ് അട്ടപ്പാടി ബ്ലാക്കും മലബാറിയും. ആടുകളുടെ രണ്ടിനമാണ് അട്ടപ്പാടി ബ്ലാക്കും മലബാറിയും. പാലുൽപാദനത്തിനും ഇറച്ചിക്കും വേണ്ടിയിട്ടാണ് ഈ ആടുകൾ വളർത്തുന്നത് എന്നുള്ളത്. പെണ്ണാടുകൾ ഒരു 30 മുതൽ 40 കിലോ വരെ വരും. ആണാടുകൾ ഒരു 40-50 കിലോ വരെ ഉണ്ടാവും. 50 കിലോയ്ക്ക് മുകളിലുള്ളതും ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഇറച്ചിക്ക് വേണ്ടി നമുക്ക് ഈ ആടുകൾ ഉപയോഗിക്കാൻ പറ്റും. പെണ്ണാടുകൾക്ക് ഏകദേശം 1.25 മുതൽ 1.5 ലിറ്റർ പാല് വരെ ഡെയിലി ഉണ്ടാവും. അപ്പൊ നമുക്ക് പാലുൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഗാന്ധിജി മാത്രമേ പണ്ട് ഇങ്ങനെ പാല്, ആട്ടുംപാല് കുടിച്ചു നമ്മൾ കേട്ടിട്ടുള്ളൂ. അതെ, ആട്ടുംപാല് നമുക്കും കുടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ആടുകളുടെ പ്രസവം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1 മുതൽ 3 കുട്ടികൾ വരെ ഉണ്ടാവും. പഠനത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു 40% ജനനങ്ങളും ഒറ്റ കുട്ടിയായിരിക്കും, 50% ഇരട്ട കുട്ടികളായിരിക്കും, ബാക്കി 10% 3 കുട്ടികൾ. നമ്മുടെ ഈ ഫാമിൽ തന്നെ ഒരുപാട് കുട്ടികൾ, 3 കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വർഷത്തിൽ ഒരു 2 ബർത്ത് എന്തായാലും ഉണ്ടാവും. ആടിന്റെ മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഒരു 15-16 വർഷം വരെയാണ്. നമുക്കൊരു ഫാമിന്റെ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അത്രയും നാൾ വളർത്തുന്നത് നമുക്ക് എക്കണോമിക്കലല്ല. കാരണം ഓരോ വർഷം കഴിയുന്തോറും അതിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാക്സിമം ഒരു 9-10 ഇയേഴ്സ് വരെയൊക്കെ ഏറ്റവും മാക്സിമം വളർത്താൻ പറ്റുള്ളൂ. ആടൊരിക്കലും ഒരു ഭീകരജീവിയല്ല. ഒരു 7-8 വർഷം ആകുമ്പോഴത്തേക്ക് ഒരു ഫാം സെറ്റപ്പിൽ ആടിനെ ഒഴിവാക്കിയിട്ട് പുതിയ സ്റ്റോക്കുകളെ കൊണ്ടുവരും. നമ്മളൊരു ഫാമിന്റെ രീതിയിൽ പോകുമ്പോൾ ഒരു എല്ലാ വർഷവും ഒരു 20% ആടുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. കേരളത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ വെച്ച് വളരെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്രീഡാണ് മലബാറി ബ്രീഡ്. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ആടുകൾ വരുന്നുണ്ട്. ബോയർ, ബീറ്റല്, ജമുനാപ്യാരി പോലുള്ള ആടുകൾ. ഇതിനേക്കാളും ചെവി നീണ്ടതാണ്, സൈസ് ഉണ്ടോ. ഇതിന്റെ ചെവികൾ നോക്കിയാൽ മതി, ഇതിന്റെ മൂക്ക് വരെ അത് എത്തുന്നുണ്ടാവുള്ളൂ. എല്ലാ ആടുകളെയും നോക്കിയാൽ മതി, ആ ചെവി മൂക്കിന്റെ താഴോട്ട് പോവില്ല. മലബാറി ആടുകളുടെ ഒരു പ്രത്യേകതയാണ് മൂക്ക് വരെ നീളമുള്ള ചെവികളുണ്ടാവും. പിന്നെ ചില ആടുകൾക്ക് താഴെ ഇങ്ങനെ ഉണ്ണികളുണ്ടാവും. പിന്നെ ആടുകൾക്ക് താടിരോമം ഉണ്ടാവും. അത് ആണാടിനും പെണ്ണാടിനും ഉണ്ടാവും. അതെല്ലാം ആടിന്റെ ബ്രീഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ആട് വളർത്തുന്ന ഒരാൾക്കാരൊക്കെ പറയാനുള്ളത്, ധൈര്യമായിട്ട് കേരളത്തിൽ സെലക്ട് ചെയ്യാവുന്ന ഒന്നാണ് മലബാറി. അതെ, കേരളത്തിൽ ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കേരളത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ വളർത്താൻ പറ്റുന്ന, കർഷകന് തീർച്ചയായിട്ടും ലാഭം കിട്ടാവുന്ന ബ്രീഡ് തന്നെയാണ് മലബാറി. നമുക്കൊരു 19 പെണ്ണാടിന് ഒരു ആണാടെന്നുള്ള രീതിയിൽ ഒരു ബ്രീഡിംഗ് യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അങ്ങനെ തുടങ്ങുവാണെങ്കിൽ തന്നെ ആവറേജ് ഒരു വർഷം 38 കുട്ടികൾ വരെ നമുക്ക് കിട്ടും. കുട്ടികളെ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു മാർക്കറ്റ് റേറ്റ് 400-450 പെർ kg വെയിറ്റിന് വിൽക്കാൻ പറ്റും. ഒരാടിനെ കൊണ്ടുവരുമ്പോൾ, എടുക്കുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ആടുകളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ആരോഗ്യമുള്ള ആടുകളായിരിക്കണം. അതിന്റെ തള്ളയാടിനെയും അച്ഛനാടിനെയും നോക്കിയിട്ട് അതിന്റെ സൈസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയുവാണെങ്കിൽ നമുക്ക് നല്ലത്. കാരണം അടുത്ത തലമുറ ഈ ആടിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ആരോഗ്യമുള്ള കുട്ടികളായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ആ കാര്യം എന്തായാലും നോക്കിയിരിക്കണം. പിന്നെ അസുഖങ്ങളില്ല എന്ന് ഉറപ്പുള്ളത്, ബാഹ്യപരാധങ്ങളില്ല എന്ന് ഉറപ്പുള്ളത്, എക്ടോപാരസൈറ്റ് ഉണ്ടെങ്കിൽ അതിന് പുറമെ ഒരുപാട് അസുഖങ്ങൾ പുറകെ വരും. അപ്പൊ അത് ഒഴിവാക്കുന്നുള്ളത്. ഒരു ആടിന് ചെള്ളുണ്ടെങ്കിൽ ആ ചെള്ള് എല്ലാ ആടുകളിലോട്ടും പെട്ടെന്ന് പകരുന്ന ഒരു ഇതാണ് ബാഹ്യപരാധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചെള്ള് വരാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പുറമേ നാടിനെ സെലക്ട് ചെയ്യുമ്പോഴും അതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. മാക്സിമം ഒരു 8 മാസത്തിന് അകത്തുള്ള കുട്ടികളെ വെച്ച് എടുക്കുകയാണെങ്കിൽ, കാരണം നമ്മളൊരു ബ്രീഡിംഗ് ഏജ് തുടങ്ങുന്നത് 8 മാസത്തിലാണ് പെണ്ണാടുകൾക്ക്. ഒരു 8 മാസം ആകുമ്പോൾ തന്നെ അതിന് ഇണ ചേർക്കാൻ പറ്റും. ആണാടുകളെ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഇണ ചേർക്കാൻ പറ്റും. അപ്പോൾ ഒരു 3 to 6 മാസം വരെ ആണെങ്കിൽ അത് ആ ക്ലൈമറ്റുമായിട്ട്, നമ്മുടെ ആ ഒരു രീതിയായിട്ട് അക്ലമറ്റൈസ് ആയിട്ട് ബ്രീഡിംഗ് എല്ലാം ഇന്നെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക്
നമുക്ക് വാക്സിൻ ഒക്കെ കൊടുക്കേണ്ട ഒരു 3-4 മാസം പ്രായത്തിലാണ് ബാക്കി പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാം എടുക്കേണ്ടത്. ഇത് ആടുകൾക്ക് നമ്മളിവിടെ പ്രധാനമായിട്ടും 3 പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എടുക്കുന്നത്. ആടിന് ന്യൂമോണിയ പോലുള്ള ഒരു അസുഖം ഉണ്ടാക്കുന്ന PPR എന്ന് പറഞ്ഞൊരു വാക്സിൻ, അസുഖത്തിനെതിരായ PPR വാക്സിൻ, പിന്നെ ടെറ്റനസിനെതിരായ TT വാക്സിൻ, പിന്നെ ഹെമറാജിക് സെപ്റ്റിസീമിയ, എൻട്രോടോക്സീമിയ. ഓരോ കർഷകർക്ക് അതായത് മൃഗാശുപത്രികൾ വഴി വാക്സിൻ വിതരണം ചെയ്യുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ട് അന്വേഷിച്ച് പോകാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ആർക്കെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ കിട്ടാത്തത്. തൊട്ടടുത്ത മൃഗാശുപത്രിയിൽ പോയാൽ ഈ വാക്സിൻ ഒക്കെ കിട്ടും. ആടിനെ കൊണ്ട് പോയാൽ മതി. ആടിനെ കൊണ്ട് പോയാൽ മതി. PPR എന്ന വാക്സിൻ മാത്രമേ 2 വർഷത്തിലൊരിക്കലും, ബാക്കി 3 വാക്സിനുകളും എല്ലാ വർഷങ്ങളിലും എടുക്കും. നമ്മൾ ഈ HS-ന്റെ വാക്സിൻ ഇടവപ്പാതിക്ക് മുന്നേയും എൻട്രോടോക്സിമിയയുടെ വാക്സിൻ തുലാവർഷത്തിന് മുന്നെയാണ് എടുക്കുന്നത്. പിന്നെ ടെറ്റനസിന്റെ വാക്സിൻ ആണാടുകൾക്ക് എല്ലാ വർഷവും, പെണ്ണാടുകൾക്ക് ഗർഭത്തിന്റെ 4-ാം മാസത്തിലും എടുക്കും. പെണ്ണാടുകൾക്ക് 4-ാം മാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്മ്യൂണിറ്റി കുട്ടികൾക്കും ഉണ്ടാവും. ഒരു ഭീകരജീവി എന്റെ അടുത്തുണ്ട്. അപ്പോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ എപ്പോഴാണ് അടിയന്തരമായിട്ട് ചികിത്സ വേണോ എന്ന് നോക്കുന്നത്? ഡോക്ടർ എങ്ങനെയാ കാണുന്നത്? നമ്മൾ ഇത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിന്റെ ഒരു ആക്ടിവിറ്റി മെഷർ ചെയ്തിട്ടാണ്. ഇപ്പൊ നമുക്ക് മനുഷ്യരെ പോലെ ആളുകൾ പറയാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ വേദനിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അന്ന് ഒരിക്കലും ആട് പറയില്ല. അപ്പൊ ആടത് അതിന്റെ ആക്ടിവിറ്റീസിലുള്ള കുറവ് വഴിയാണ് അതിന് പറയാൻ പറ്റില്ല. ആടപ്പോ ഒരിടത്ത് തൂങ്ങി നിൽക്കുകയായിരിക്കും, തീറ്റ കഴിക്കാൻ മടിയുണ്ടാവും. സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റി ലെവലിനൊക്കെ ആട് ഇടയ്ക്ക് നടക്കുകയും ഒക്കെ ചെയ്യും. ഒരു കൂട്ടി തന്നെയാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ ആട് നടക്കും, ചുറ്റും ബാക്കിയെല്ലാം ചെയ്യും. അപ്പൊ ആളുടെ ആക്ടിവിറ്റീസിലുള്ള കുറവ് വഴിയാണ് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കി എക്സാമിനേഷനിലോട്ട് കിടന്ന് ടെമ്പറേച്ചർ നോക്കും. ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ ആട്ടിൻകൂട്ടുകളിൽ വന്ന് തലമുറകളായി വന്ന് മനുഷ്യനൊപ്പം ഡോസ്റ്റിക്കേറ്റ് ചെയ്ത് വന്നൊരു ടീമാണ് ഇവര്. അതെ തീർച്ചയായിട്ടും അല്ലേ. ആടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പാവപ്പെട്ടവന്റെ പശു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു പശുവിനെ വളർത്താൻ കുറച്ചുകൂടി ചിലവ് ആവശ്യമാണ്. ഒരു പാവം കർഷകനെ സംബന്ധിച്ച്, പൈസ കുറവുള്ള ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു പശുവിനെ ഡെയിലി വളർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരാളിന് പറ്റിയ ഒരു സാധനമാണ് ആട്. ഒരു പശുവിനെ വളർത്തുന്ന ഒരു 3-4 ആടുകളെ വളർത്തിയാൽ ഏകദേശം അതേ വരുമാനം തന്നെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പറച്ചിൽ തന്നെ വന്നത്. ഇത് ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങളിത് പ്രധാനമായിട്ട് ഇവിടെ കാണുന്ന ഈ ബ്രീഡ് സെലക്ഷൻ എവിടെ നിന്നുള്ളതായിരുന്നു? നമ്മൾ ഇവിടുത്തെ ആടുകളെ വാങ്ങുന്ന മലപ്പുറം, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട് ആ ഏരിയ, ആ ബെൽറ്റിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന് നേരെ സെലക്ഷൻ കമ്മിറ്റി അവിടെ പോയി ക്യാരക്ടേഴ്സ് നോക്കി ആടുകളെ സെലക്ട് ചെയ്ത് ബാക്കി അസുഖങ്ങൾക്കുള്ള ടെസ്റ്റുകളും ചെയ്തതിന് ശേഷമാണ് കൊണ്ടുവരുന്നത്. നോക്കിയെടുക്കും പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പോയി നോക്കി ഒരു 2 ദിവസം അവിടെ താമസിച്ച് ഓരോ വീടുകളിലും കയറി ആടുകളെ നോക്കി ആണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. കർഷകരുടെ ഡേറ്റ നേരത്തെ ശേഖരിക്കും. നമ്മൾ ഇവിടുന്ന് വിളിച്ച് അവരടുത്ത് പറയും. അപ്പോൾ അവർ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യും. നമ്മൾ ഇവിടുന്ന് രാവിലെ പോകും. നമ്മൾ കണ്ട് ക്യാരക്ടേഴ്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ചെവിയിൽ കമ്മലടിക്കും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ ആടിനും ഇയർ ടാഗ് ഉണ്ട്. കമ്മലടിക്കും, ആടിനെ ഐഡന്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ഒക്കെ എടുത്ത് പരിശോധനയ്ക്ക് കൊടുക്കും. പരിശോധനയിലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആടിനെ കൊണ്ടുവരും, പൈസ കർഷകർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ ആടുകളെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുന്ന കുട്ടികളെ നമ്മൾ കർഷകർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് സബ്സിഡി നിരക്കിലാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ 4000 രൂപയാവും ഒരു ആടുകൾ. അപ്പോൾ പുറമേ വിൽക്കാനാണെങ്കിൽ 4000 രൂപയാവും. പക്ഷെ നമ്മളിവിടെ ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് 2200 രൂപയാണ്. അത് എത്ര കിലോ ആണെങ്കിലും, 10 കിലോ ആണെങ്കിലും 15 കിലോ ആണെങ്കിലും ഒരു കുട്ടിക്ക് 2200 ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ റേറ്റിലാണ് കർഷകർക്ക് കൊടുക്കുന്നത്. കേരളത്തിലൊരു ആട് വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അല്ലേ? അതെ. എനിക്ക് പേടിച്ചിട്ടായിരുന്നു മൈക്ക് ആട് കടിക്കോ എന്നുള്ള. ആട് ഒന്നും ചെയ്യില്ല. ആട് വളരെ പാവമായിട്ടുള്ള, വളരെ ഇതായിട്ടുള്ള ഡസൈലായിട്ടുള്ള ചെയ്യണം. മുട്ടയാടാണ് പിന്നെയും കുറച്ചെങ്കിലും ഇടിക്കെങ്കിലും ചെയ്യുന്നത്. കേരളം ഉണ്ടാക്കിയപ്പോൾ ആട് കടിച്ച പോലെയാണ് എന്നൊരു പറച്ചില് പണ്ടുണ്ടായിരുന്നു. നമ്മുടെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും കന്യാകുമാരി അടക്കം കൈവിട്ട് പോയപ്പോൾ പറഞ്ഞിരുന്നതാണ് ആട് കടിച്ച പോലെ ആയോ. എന്തായാലും മലബാറിൽ നിന്നുള്ള ആടുകളെ പാറശാലയിലെ പരശുവക്കലിൽ ഇങ്ങനെ കൂട്ടമായിട്ട് നമ്മൾ നിലനിർത്തുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾക്ക് പോവാം. ഫീൽഡ് ഓഫീസർ ശ്രീകുമാർ നമുക്കൊപ്പമുണ്ട്. എത്ര ആടുകളുണ്ട് ഇവിടെ? മൊത്തം ഇവിടെ ഇപ്പം 143 ആടുകൾ ഇപ്പോൾ ഉണ്ട്. അതല്ല, നമ്മൾ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ കൂട് വൃത്തിയാക്കുന്നു, കഴുകുന്നു, തൂത്ത് കഴുകുന്നു. പിന്നെ പുല്ല് വെട്ടുകാർ പുല്ല് വെട്ടി വെച്ചിരിക്കും. എത്ര മണിക്ക് തുടങ്ങും നിങ്ങളുടെ? നമ്മള് 10 മണിയാകുമ്പോൾ ഫീഡ് കൊടുക്കും. അതിന് മുമ്പ് ഇതൊക്കെ എല്ലാം റെഡിയാക്കി വെക്കണം, എല്ലാം കഴിയും. ഫീഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫീഡ് വെക്കുന്നു. ഓരോ ഇൻഡിവിജ്വൽ ആടിന്റെയും നമ്മുടെ ഫീഡ് ഷെഡ്യൂളുണ്ട്. ഇപ്പോൾ പ്രഗ്നന്റ് ആടുകൾക്കാണെങ്കിൽ നമ്മൾ 500 ഗ്രാം ഒരു ദിവസം കൊടുക്കണം. അത് ലാക്ടേറ്റിംഗ് പ്രസവിച്ച് നിൽക്കുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് 700 ഗ്രാമും, ബക്കിന് 500 ഗ്രാം, സാധാരണ പെണ്ണാടുകൾക്ക് 400 ഗ്രാം. ഇതാണ് നമ്മുടെ ഫീഡിംഗ് ഷെഡ്യൂൾ. ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും.
രാവിലെ ഹാഫ് പതി 400 ഗ്രാമാണ്, രാവിലെ 200 ഗ്രാം, വൈകുന്നേരം 200 ഗ്രാം. അതാണ് ഇതിൻ്റെ ഷെഡ്യൂൾ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കൂട്ടിലെയും ആടിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ ഫീഡ് ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവർ അത് എടുത്തോളും. നമ്മളിപ്പം പ്രീമിയം കോഡ് ഫീഡാണ് കൊടുക്കുന്നത്. കേരള ഫീഡിൻ്റെ പ്രീമിയം കോഡ് ഫീഡാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പച്ചപ്പുല്ല് നമുക്കിപ്പം ഉള്ളത് മറ്റേ CO3 CO5 ആണ് ഇവിടെ ഉള്ളത്. അത് ഒരാടിന് ഏകദേശം 3.5 കിലോ ഒരു ദിവസം, വലിയ ആടിന്. അതാണ് അതിൻ്റെ അതും 2 ആയിട്ട് കൊടുക്കും. രാവിലെ പകുതി, വൈകിട്ട് പകുതി. ഓക്കെ. സാധാരണ ഒരു പുല്ല് കൊടുക്കും നമ്മള് വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. പുല്ലോട് ആടിന്റെ ശരിയായ ആടിന്റെ ഫീഡ് എന്ന് പറഞ്ഞാൽ ട്രീ ഫോഡറാണ്. ആടിന്റെ ഒരു ഫീഡിങ് അവരിങ്ങനെ കൈ കുത്തിപ്പിടിച്ച് തിന്നുക എന്നുള്ള രീതിയുണ്ട്. അവർ കുനിഞ്ഞു നിന്നല്ല പൊതുവെ ആട് തിന്നുന്നത്. അവരെപ്പോഴും മുൻകാല് പിടിച്ച് കടിക്കുക. അതാണ് ആടിന്റെ അതാണ് നമ്മൾ പുല്ല് കെട്ടിവെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്കിവിടെ ട്രീ ഫോഡറിന് സ്കോപ്പില്ല. പശുവിനെ പോലെ അരിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മൊത്തം ഒന്നിച്ചിട്ടാണ് അല്ലേ? ഇങ്ങനെ ഇട്ടാ മതി. പക്ഷെ അത് തണ്ടുകൾ വേസ്റ്റ് ആയി പോകും. നമ്മൾ സാധാരണ അത് ചോപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കും. വേസ്റ്റേജ് കുറേ അപ്പോൾ തീരെ വേസ്റ്റ് കുറയും. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ട്രീ ഫോഡറിന്റെ ഒരു സ്കേഴ്സിറ്റി ഉണ്ട്. അത് നടക്കത്തില്ല, ഇത്രയും കണ്ടീഷൻ നടക്കും. അതുകൊണ്ടാണ് ഈ പുല്ല് കൊടുക്കുന്നത്. വീടുകളിലൊക്കെ നമുക്കത് പ്രശ്നമില്ല, കാരണം ഇഷ്ടംപോലെ ഇലകൾ കിട്ടുമല്ലോ. കേരളത്തിലാണെങ്കിൽ മറ്റേ പ്ലാവലയുണ്ട്, കൊന്നയില. നമ്മളിവിടെ പ്ലാവലയാണ് നല്ലത്. പക്ഷെ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ മൽബറി അകത്ത് ചീര നല്ലതാണ്. കൊന്ന ഇച്ചിരി മൈമോസിൻ കൊന്നയ്ക്കകത്ത് അതിനൊരു കട്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പൊ നമ്മുടെ ശകലം വെയിൽ കൊള്ളിച്ച് കൊടുക്കും. നല്ല പ്രോട്ടീൻ ചീമക്കൊന്ന വളരെ നല്ലതാണ്. പക്ഷെ തലേ ദിവസം വെട്ടി വെച്ച് വെയിൽ കൊണ്ട് പിറ്റേ ദിവസം കൊടുക്കും. പിന്നെ മുരിങ്ങ നല്ലതാണ്. തമിഴ്നാട്ടിലൊക്കെ മുരിങ്ങ ഒത്തിരി ഉണ്ടല്ലോ, മുരിങ്ങ കൊടുക്കുന്നു. ഇത് ആടിനെ വളർത്തുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തീറ്റ നമ്മൾ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം പുറത്തിറങ്ങി നടത്താം, സമയവും സ്ഥലവും സൗകര്യം ഉള്ളവർക്ക്. അല്ലെങ്കിൽ ഈ കൂടിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ? ഒരു കൂട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആടിന് ഒരു കൂട് ഒരുക്കുമ്പോൾ കൂട് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ സ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ 2 ടയർ ആയിട്ട് താഴെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ. അതെ. അപ്പം നമുക്ക് സാധാരണ ഒരു വളരെ ലാഭകരമായിട്ടുള്ള ഒന്നും ഇത് പോസിബിൾ അല്ല. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്നതും തട്ടുണ്ടാക്കിയിട്ട് അവർ പണ്ടൊക്കെ ആണെങ്കിൽ ഈ അഴിയിട്ട് നമ്മുടെ ഈ കമുവിന്റെ ഇത് ചെയ്തും പിന്നെ പനയുടെ ഇതൊക്കെ ഇട്ടാ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പകരം ചെറിയ തടിയുടെ കിട്ടുമല്ലോ. അത് തന്നെ ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ ആട്ടും കട്ടം കിടക്കരുത്, രണ്ടും താഴെ പോകണം. ബാക്കി വരിക്കളയാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആടിന്റെ പിന്നെ പൊതു സ്വഭാവം അങ്ങനെയാണല്ലോ. ആട് തറയാൽ നിൽക്കാത്ത ഒരു ജീവിയാണ്. അതിപ്പോഴും ഒരു പ്ലാറ്റ്ഫോമിലേ നിൽക്കത്തുള്ളൂ. അതിന്റെ ഒരു ശീലം അങ്ങനെ. ഇരിക്കപ്പുറത്തില്ലാത്ത ജീവിയാണ് ആട് അല്ലേ? അങ്ങനെ അത്യാവശ്യം ഓടി നടക്കണം. അതെ. അല്ല, ആട് വളരെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു റൂറൽ മാർക്കറ്റ് എംപ്ലോയ്മെന്റ്. രോഷം പറഞ്ഞത് പാവപ്പെട്ടവരുടെ പശു എന്നാ പറഞ്ഞത്. അതെ കറക്റ്റാണ്, അത് വളരെ കറക്റ്റാണ്. എളുപ്പത്തിൽ കൊണ്ടുപോകാം. നമ്മുടെ നാട്ടുപുറങ്ങളിൽ വളർത്താവുന്ന വർഷത്തിൽ 2 പ്രാവശ്യം പ്രസവിക്കും. മാനേജ്മെന്റ് വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാം. വാട്ടറിങ് എപ്പോഴും വേണം, വെള്ളം എപ്പോഴും വേണം. വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഫീഡ് ഇലയും ഉണ്ടെങ്കിൽ നമുക്ക് പശുവിനെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ആടിനില്ല. അതാണ് ആടിന്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ വർഷത്തിൽ 2 പ്രസവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നില്ല ആൾക്കാരോട്. നമ്മൾ 2 വർഷത്തിൽ 3 പ്രസവം അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ പൊതുവെ അങ്ങനെയല്ല, 150 ദിവസം മതി ആടിന്. അപ്പം വർഷത്തിൽ 2 പ്രസവിക്കാൻ നോക്കും. ആവറേജ് മലബാറിയൊക്കെ 2 കുഞ്ഞുങ്ങളെ കിട്ടും. ഏകദേശം 1.5-2 ലിറ്റർ പാല്, 1.5 ലിറ്റർ പാൽ എന്തായാലും കിട്ടും. നല്ല നോക്കാൻ 1 ലിറ്റർ പാല് കിട്ടും. പാലിന് നല്ല വിലയുണ്ട്. അങ്ങനെ ഇറച്ചിക്കാണെങ്കിലും പെട്ടെന്ന് കൈമാറി പോകുമല്ലോ. പശുവിനെ പോലെയല്ലല്ലോ. അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം ആട് വളർത്തലാണ്. ഓർഗനൈസ്ഡ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ മാർക്കറ്റിംഗ് അപ്പൊ അത്ര ഈസി അല്ലാതാവും. എന്താന്ന് വെച്ചാൽ ബൾക്കായിട്ട് ആടിനെ കൊണ്ടുപോകാനുള്ള ആൾക്കാർ, കച്ചവടക്കാരാ തീരുമാനിക്കുന്ന വില. ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. നമ്മുടെ ആട് വളർത്തി വെക്കുന്നു, ഇവർ വന്ന് പറയുന്ന വില എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നു. അത് ഉള്ളതിനകത്ത് ഒരു പ്രശ്നമായിട്ടുള്ളത്. കുറച്ചുകൂടി കൂടുതലായിട്ട് ജനങ്ങളിൽ എത്തുകയാണെങ്കിൽ ഇതില്ലാതെ തന്നെ പോകും. തീർച്ചയായിട്ടും
സ്കേഴ്സിറ്റി കൊണ്ട് ആൾക്കാർ മട്ടൺ കഴിക്കാത്തത്. സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളിവിടെ കാശ് മുടക്കാൻ കഴിവുള്ളവരൊക്കെ തന്നെ. ആടിൻ്റെ പാല് എൻ്റെ വീട്ടിൽ പാലുണ്ടെന്ന് പറഞ്ഞാൽ ആട്ടുപാല് മേടിക്കും. ആട്ടുപാല് മേടിക്കും ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ പറയും ആട്ടുപാൽ അഴുക്കാന്ന് പറയും. ഫാറ്റ് കുറവാണല്ലോ, കുഞ്ഞു പിള്ളേർക്ക് നല്ലതാണ്. അപ്പം ആട്ടുപാൽ എൻ്റെ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞാൽ ഒരാൾ മേടിക്കും. അപ്പം മാർക്കറ്റിങ്ങിനുള്ള ഒരു വിപണന തന്ത്രം ഇല്ല. അതാണ് മാർക്കറ്റിൽ കൂടുതലാക്കിയാൽ മതി. ഓർഗനൈസേഷൻ സെക്ടറിൽ വന്നാൽ ഇത് ശരിയാകും. അപ്പോൾ ആവശ്യക്കാരുണ്ട്, വേണ്ടത്ര എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് പരമാവധി കൊടുക്കുക മലബാറി ആട് വഴി എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതെ. കാരണം ഏറ്റവും കൂടുതൽ ഹെൽത്തി നമ്മുടെ കണ്ടീഷൻ ഹെൽത്ത് ഉണ്ട്, വലിയ രോഗങ്ങളൊന്നും ഇല്ല, വർഷത്തിൽ 2 പ്രസവിക്കുന്നു. ഇതെല്ലാം ഇതിന് അഡ്വാൻറ്റേജാണ്. ആയുസുണ്ട്. ഡോക്ടർ ജിനുകുമാർ നമുക്കൊപ്പമുണ്ട്. എങ്ങനെയാണ് എല്ലാ ദിവസവും അങ്ങനെ മേയാൻ വിടും? മുഴുവൻ ദിവസങ്ങളിൽ മേയാൻ വിടാൻ സാധിക്കാറില്ല. 5 ഏക്കർ സ്ഥലത്തിൽ 3.5 ഏക്കർ സ്ഥലം പുല്ല് കൃഷിയും മറ്റ് ആടിനെ മേയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ ദിവസവും മേയാൻ വിടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സ്ഥലമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു 2 ദിവസം ഒരിക്കലെങ്കിലും മേയാൻ നമുക്ക് വിടാനുള്ള വിടുന്നോണ്ടാണ് ഇവരിങ്ങനെ കുത്തിച്ചാടി നിൽക്കണം അല്ലേ? അതെ. ഈ ആട് കടിച്ച പോലെ ഒരു ഇത് ആട് അങ്ങനെ കംപ്ലീറ്റ് ആട് കടിക്കാറുണ്ടോ? ആട് കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ചൊല്ലാണ്, ആടിനെ വിട്ട് കഴിഞ്ഞിരുന്നാൽ ആട് കടിച്ചു കഴിഞ്ഞിരുന്നാൽ പിന്നെ ഒന്നും വളരത്തില്ല. പക്ഷെ അത് ആടിന്റെ തീറ്റ ഹാബിറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ബ്രൗസിങ് എന്ന് വെച്ചാൽ കടിച്ചെടുത്ത് തിന്നുന്ന സ്റ്റൈലാണ്. അത് കടിച്ചെടുത്ത് തിന്നുമ്പോൾ ഒറ്റക്കടി അതിന്റെ മൂട് അനങ്ങും എന്നുള്ളത് കൊണ്ടാണ് ചെടി നടുന്ന സമയത്ത് ആട് കടിച്ചു കഴിഞ്ഞാൽ പോയി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത് സാമൂഹിക മേഖലയിലും ബാധകമാണ് എന്നുള്ളത് തോന്നുന്നു. ഇവിടെ 150 ആട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതില് ആൾക്കാർക്ക് അതിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. ഇവിടുന്ന് ആൾക്കാർ വന്ന് ആക്ച്വലി നമുക്കിപ്പോ ബുക്കിംഗ് വളരെയധികം ഉണ്ട്. വളരെയധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2018 ബുക്ക് ചെയ്ത ആൾക്കാർക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നാട്ടിൻ്റെ കുട്ടികളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ പ്രസൻസ് ഇതനുസരിച്ചിട്ട് അത്രയും മാത്രമേ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഡിമാൻഡ് വളരെ അധികമുണ്ട്. കാരണം നാടൻ ഇനമായ മലബാറിയുടെ കുട്ടികളെ വളർത്താൻ ആൾക്കാരിൽ താല്പര്യമുണ്ട്. അതാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അറ്റ് ദി സെയിം ടൈം ഈ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ സർക്കാർ മേഖലയിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഇതിനൊരു നമ്മുടെ ഈ ഫാമിന് ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നുള്ള നിലയിൽ ഉയർത്തി കഴിഞ്ഞതിന് ശേഷം ആടുകളുടെ എണ്ണം 1000-ലേക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കരമായിട്ട് കൂട്ടാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കെട്ടിടത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പണി കഴിഞ്ഞു കഴിഞ്ഞ് ബാക്കിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കും. അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ തന്നെ അപേക്ഷിക്കുമ്പോൾ അപ്പം തന്നെ കുട്ടി കിട്ടുന്ന അവസ്ഥയാവും ഉണ്ടാവും അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും സർക്കാരിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ അപ്പോഴേ നമുക്കൊരു സാധാരണക്കാരന് ഇതുകൊണ്ടുള്ള കൃത്യമായിട്ട് നമുക്ക് അവിടുന്ന് ആടിനെ കിട്ടും എന്ന് പറയാറാവുള്ളൂ അല്ലേ? ഇപ്പോൾ ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 വർഷം 4-5 വർഷത്തോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ. അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. എന്നുവെച്ചാൽ അപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നതിന്റെ പകുതി വിലയ്ക്കൂടെ സാധനം കിട്ടും അല്ലേ? ഉറപ്പാണ്. നല്ല ക്വാളിറ്റി അഷ്വേർഡ് ആണ്. അതെ. ശരിക്കും അപ്പൊ തിരുവിതാംകൂറിന് ഒരു സ്വന്തം ബ്രീഡ് ഉണ്ടായിരുന്നിരിക്കില്ലേ പണ്ട്? ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഉണ്ടായിരിക്കണം. കാരണം ഓരോ ലൊക്കാലിറ്റിയിലും ആ ലൊക്കാലിറ്റിയുടെ ജൈവ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ജന്തുജാലങ്ങൾ ഉണ്ടാകണം. ഇപ്പം നമ്മുടെ നാട്ടിലും അതുപോലത്തെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമുക്കിപ്പോൾ സങ്കര വർഗത്തിൻ്റെ
അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വന്ന ആടുകളുടെ മിക്സിംഗ് എന്ന് പറയുന്നതായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ പ്യുവർ പതുക്കെ പ്യുവറായിട്ടില്ലാണ്ടായി. ഇല്ല ഇല്ല. പക്ഷെ എന്നാലും ഇവിടെ കേരളത്തിന്റെ യോജിച്ചത് ഇവിടേക്കും യോജിച്ച് മലബാറി സജീവാക്കാൻ പോവാണ് അല്ലേ? മലബാറിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു പക്ഷേ നേരത്തെ നമ്മുടെ പറഞ്ഞു റോഷനായ കുറെ അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ കൊടുക്കാറാക്കാനുള്ള. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ തിരുവിതാംകൂറിന് മലബാർ ആക്രമിക്കാൻ പോവാണ്. അപ്പോൾ ആടുകളിലൂടെ തിരുവിതാംകൂറിന് മലബാർ ആക്രമിക്കുകയാണ്. കൂടുതൽ യോജിച്ച എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന പാവപ്പെട്ടവരുടെ പശു എന്ന് പറയാവുന്ന നല്ല ഇനം ആടുകൾ വൈകാതെ ചോദിക്കുമ്പോൾ ഉടൻ കിട്ടാറാവുന്ന വിധത്തിൽ പാറശാലയിൽ നിന്ന് കിട്ടാറാവുകയാണ്. കാത്തിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും.